Hi everyone, welcome to EVS class. How are you? I hope you all are doing well. So, in previous class, we have studied about types of family. You remember that? Three types of families: small, large, joint family. Then also studied with relationship. Le? Also studied with the relationship. Uncle, auntie, father, mother, grandfather, grandmother, etc. So simple chapter. I think all of you studied well. Then do the exercise very well. Okay. Then this is next unit is fifth unit. World around us. New chapter. Eighth chapter. Services in the neighborhood. So are you ready? Services in the neighborhood, page number 51, 8th chapter. Okay, ready? What do you mean by services? You hear this word? Services in the neighborhood. You know the neighbors? Neighbors in അറിയില്ലേ? Yes, the people close to your house is called neighbors. Neighborhood means the place. Yes, tell me. The place around your house is called a neighborhood. അല്ലേ പ്ലേസോ പീപ്പിൾസോ നമ്മളെ ചുറ്റുപാടുള്ള പീപ്പിൾസിനെ അല്ലെങ്കിൽ പ്ലേസിനെയാണ് നൈബർഹുഡ് പ്ലേസ് എന്ന് പറയുന്നത്. നൈബേഴ്സിനെ പീപ്പിൾ ആണെങ്കിൽ നൈബേഴ്സ് എന്നും പറയും അല്ലേ. അപ്പോൾ സർവീസസ് ബൈ സർവീസസ് ദറ്റ് ഈസ് സം കൈൻഡ് ഓഫ് ഹെൽപ്പ്. ഒരു ഹെൽപ്പാണ് സർവീസസ് എന്ന് പറയുന്നത്. സം കൈൻഡ് ഓഫ് ഹെൽപ്പ്. ഓക്കെ, ദെൻ റെഡി? സർവീസസ് ഇൻ ദി നൈബർഹുഡ്. ഹെഡിങ്ങിൻ്റെ മീനിങ് മനസ്സിലായോ? സോ ഐ വിൽ ടെൽ സം വേർഡ്സ്, ദെൻ യു ക്യാൻ തിങ്ക് വാട്ട് ദ സർവീസ് ആർ ദേ ആർ ഡൂയിങ്. ഓക്കെ, ഹോസ്പിറ്റൽ, പോലീസ് സ്റ്റേഷൻ, സ്കൂൾ. ഓക്കെ, ത്രീ വേർഡ്സ്. യു നോ ദീസ് ത്രീസ്? You know these three words? Police station, hospital, school. What kind of services in the police station? Yes, ഒരു തീവ്സോ നിങ്ങളെ വീട്ടിൽ വന്നാൽ യു ഡയൽ ദ 100 ആൻഡ് കോൾ ദ പോലീസ്. കോൾ ദി പോലീസ് അല്ലേ? നമ്മൾ 100 ഡയൽ ചെയ്തിട്ട് പോലീസിനോട് കോൾ ചെയ്ത് പറയല്ലേ ചെയ്യുക അല്ലേ? സോ അതൊരു സർവീസ് അല്ലേ? Yes, that's called services. Okay, then hospital എന്ത് സർവീസ് ആണുള്ളത്? When you are sick and injured, people go for their treatment. ട്രീറ്റ്മെൻറ്റിന് പോകുന്ന പ്ലേസ് അല്ലേ ഹോസ്പിറ്റൽ? ഡോക്ടേഴ്സ്, നേഴ്സ്, ആംബുലൻസ്, അതൊക്കെ എന്തുണ്ടാവും? ഹോസ്പിറ്റലുണ്ടാവും. ഇതൊക്കെ സർവീസസ് അല്ലേ? അതവർ ചെയ്യുന്ന സർവീസ്. പേയബിൾ ഓർ നോട്ട് പേയബിൾ. ചിലപ്പോൾ ക്യാഷ് കൊടുക്കേണ്ടി വരും, ക്യാഷ് കൊടുക്കണം. പക്ഷെ എന്താണ് സർവീസസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് സർവീസസ് എന്താ മനസ്സിലായോ? അവർ ചെയ്യുന്ന ഹെൽപ്പിനെയാണ് എന്ത് പറയുന്നത്? സർവീസസ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിൽ, പോലീസ് സ്റ്റേഷനിൽ, സ്കൂളിൽ എന്താണ്? ചിൽഡ്രൻ ഗോയിങ് ടു സ്കൂൾ ഫോർ ലേൺ ഗുഡ് മാനേഴ്സ് ആൻഡ് ഗുഡ് തിങ്സ് ആൾസോ സ്റ്റഡീഡ് ചാപ്റ്റേഴ്സ് അല്ലേ? ചിൽഡ്രൻ ഗോ ടു ലേൺ, then learn good habits and many interesting things from the school. ഓക്കെ, സോ ഈ ത്രീ കേസസിലും എന്താണ് സർവീസസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ, there are many service centers in our neighborhood. Many service centers in our neighborhood. These services are very essential, very important, because without them our life would be very difficult. നിങ്ങളും ചിന്തിച്ച് നോക്കൂ, പോലീസ് സ്റ്റേഷൻ ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഡിഫിക്കൽട്ട് ആവില്ലേ? തീവ്സ് എപ്പോഴും നമ്മുടെ വീട്ടിൽ വരില്ലേ? പോലീസ് ഇല്ലെങ്കിൽ, ദെൻ സ്കൂൾ ഇല്ലെങ്കിലോ, മാർക്കറ്റ് ഇല്ലെങ്കിലോ, ഹോസ്പിറ്റൽ ഇല്ലെങ്കിലോ. സോ ദിസ് ഈസ് വെരി എസെൻഷ്യൽ.
വെരി ഇമ്പോർട്ടൻറ്റ്. ഈ സർവീസസ് ഒക്കെ എന്താണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ അവർ ഡെയിലി ലൈഫ്. വിത്തൗട്ട് ദം, അവരില്ലെങ്കിൽ എന്താണ്, അവർ ലൈഫ് വുഡ് ബി വെരി ഡിഫിക്കൽട്ട്. ദെൻ ദീസ് സർവീസസ് മേക്ക് അവർ ലൈഫ് കംഫോർട്ടബിൾ. ദീസ് സർവീസസ് മേക്ക് അവർ ലൈഫ് കംഫോർട്ടബിൾ. നമ്മളെ ലൈഫ് എന്താവും, കംഫോർട്ടബിൾ ആവും, നമുക്ക് ഈസി ആവും, സേഫ്റ്റി ആവും അല്ലേ ഈ സർവീസസ് ഒക്കെ ഉണ്ടെങ്കിൽ. ആം ഐ റൈറ്റ്? ഓക്കെ, സോ സർവീസസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അവർ ചെയ്യുന്ന ഹെൽപ്പുകൾ അല്ലേ. സോ ഫസ്റ്റ് വി ആർ സ്റ്റഡിയുടെ ഫസ്റ്റ് സർവീസ് സെൻറ്റർ ഈസ് പോസ്റ്റ് ഓഫീസ്. ലുക്ക് അറ്റ് ദിസ് പിക്ചർ, ദിസ് ഇസ് പോസ്റ്റ് ഓഫീസ്. You can see the red color box. You can see the red color box. This is post box അല്ലെങ്കിൽ letter box. Okay. Then I'll tell some parts of the story. ഒരു ചെറിയൊരു കഥയുടെ ഭാഗം പറഞ്ഞുതരാം കേട്ടോ. ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ, ഫ്യൂ ഇയേഴ്സ് ബാക്ക്, ലോങ് ഇയേഴ്സ് ബാക്ക്, ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ത്രൂ ദിസ് ഫോൺ അല്ലേ. നമുക്കൊരാളോട് കാര്യമുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ഇറ്റ്, ഒരു ജസ്റ്റ് കാൾ ഇറ്റ്, നമ്മൾ കാൾ ചെയ്യും അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യും, അങ്ങനെയല്ലേ ചെയ്യാറ്? അപ്പോൾ കുറേ കാലങ്ങൾക്ക് മുന്നേ നോട്ട് യൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഓർ ഇറ്റ് ഈസ് നൗ more advanced technologies are there, internet, email, WhatsApp, Facebook, like that. In few years back or long years back, there's not communication system like phone, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻ്റർനെറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ നമുക്ക് ഒരാളോട് ഈവൻ മാരേജ് ഫിക്സായി, മാരേജിൻ്റെ കാര്യം പോലും പറയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കോൾ ചെയ്യാനോ ഒന്നും പറ്റില്ലല്ലോ. സോ റൈറ്റ് ദ ലെറ്റേഴ്സ്, നമ്മൾ ലെറ്റേഴ്സ് എഴുതിയിട്ട് അവർക്ക് സെൻഡ് ചെയ്യും. നിങ്ങൾ സെൻഡ് ചെയ്യുക എങ്ങനെ? കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. സോ അതിനാണ് നമ്മളെപ്പോൾ യൂസ് ചെയ്തിരുന്നത്, പോസ്റ്റ് ഓഫീസ് യൂസ് ചെയ്തിരുന്നത്. സോ ലൈറ്റ് ദ ലെറ്റേഴ്സ്, നിങ്ങളുടെ ഫ്രണ്ടിനോട് നിങ്ങൾക്കൊരു കാര്യം പറയണം. സോ യു റൈറ്റ് ദ ലെറ്റേഴ്സ്, ദെൻ അത് കവറിലിട്ടിട്ട് എന്ത് ചെയ്യും? ഡ്രോപ്പ് ഇൻ ദി എന്തിൽ കൊണ്ടുപോയിടും? ആ ലെറ്റർ ബോക്സിൽ കൊണ്ടുപോയിടും. ബിഫോർ ദാറ്റ് യു റൈറ്റ് ദ ഡെസിഗ്നേറ്റഡ് അഡ്രസ്. വാട്ട് യു മീൻ ബൈ അഡ്രസ്? ആ കവറിൻ്റെ മുകളിൽ അഡ്രസ്സ് എഴുതണം. നമ്മൾ ഏത് ഫ്രണ്ടിനാണോ കൊടുക്കുന്നത് ആ ഫ്രണ്ടിൻ്റെ അഡ്രസ്സ് എഴുതണം. എന്നാലേ ഉള്ളൂ ആ ലെറ്റർ ആ ഫ്രണ്ടിന് എത്തുക. ഓക്കെ, so what do you mean by address? You hear this word address. What is your address? Tell me, what is your address? Yes, first you write your name, your father's name, your house name, your place name, then phone number, last pin code of the place. Say with me, what is your name, your father's name, your house name, your place name, your phone number, then പിൻ കോഡ്. പിൻ കോഡിൽ നമ്പേഴ്സ് ആട്ടോ, നമ്മളെ ഫോൺ നമ്പർ പോലത്തെ ഒരു നമ്പറാണ് പ്ലേസിനുണ്ടാവും. അപ്പോൾ നിങ്ങളെ ഫ്രണ്ടിൻ്റെ അവിടുത്തെ പോസ്റ്റ് ഓഫീസിൻ്റെ പിൻ കോഡ് അറിയണം. ദെൻ അത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എഴുതിയ ലെറ്ററിൻ്റെ മുകളിൽ എഴുതിയിട്ട് സ്റ്റാമ്പ് ചെയ്യും. സ്റ്റാമ്പ് യു ലുക്ക് അറ്റ് ദിസ് പിക്ചർ, ദിസ് ഇസ് സ്റ്റാമ്പ്. സ്റ്റാമ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും? നമ്മൾ പോസ്റ്റ് ബോക്സിൽ, ലെറ്റർ ബോക്സിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും. ദെൻ കളക്ട് ബൈ ദി പോസ്റ്റ്മാൻ. ദേ ആർ ഡെലിവേർഡ് അറ്റ് ദ ഡെസിഗ്നേറ്റഡ് അഡ്രസ് ബൈ ദി പോസ്റ്റ്മാൻ. പോസ്റ്റ്മാൻ എന്ത് ചെയ്യും? ആ ഡെലിവേർഡ് ചെയ്തു ആർക്ക് കൊണ്ട് കൊടുക്കും? നമ്മൾ ലെറ്റർ ബോക്സിൽ നമ്മൾ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി ലെറ്റർ ഇട്ട് കഴിഞ്ഞാൽ പോസ്റ്റ്മാൻ ലെറ്റർ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ദേ ലെറ്റേഴ്സ് ആർ സോർട്ടഡ് ഔട്ട് ആൻഡ് സെൻഡ് ടു ഡിഫറെൻറ്റ് പ്ലേസസ് ബൈ ബസ്സസ്, ട്രെയിൻസ്, എയ്റോപ്ലെയിൻസ് ഓർ ഷിപ്സ്. ഏത് വഴിയാണോ, കുറച്ച് വലിയ കൺട്രീസൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ സൗദി അറേബ്യ, അമേരിക്ക, ഇംഗ്ലണ്ടൊക്കെ നമ്മൾ ലെറ്റർ സെൻഡ് ചെയ്യുന്നത് വെച്ചാൽ എയ്റോപ്ലെയിൻസോ ഷിപ്സോ വഴി ആ ലെറ്റർ സെൻഡ് ചെയ്യും. ടൈം എടുക്കുമെന്നുള്ളൂ. ദെൻ അടുത്ത നമ്മൾ ലൊക്കാലിറ്റി പ്ലേസൊക്കെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബസ്സോ ട്രെയിൻസോ വഴിയിട്ട് ആ ലെറ്റർ ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ ഫ്രണ്ടിൻ്റെ പോസ്റ്റ് ഓഫീസിൽ ആ ലെറ്റർ എത്തും. ദെൻ അവിടുത്തെ പോസ്റ്റ്മാൻ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. ഓക്കെ, then they are delivered at the designated address by the postman. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാണ് ലെറ്റർ പോസ്റ്റ് ചെയ്യുന്നത് ഇതാവുന്നതും? സോ ഇൻ ദിസ് ടൈം നൗ we want to use the letters? No, that's no need for the letters. We can call and you can message it. That matters. So we purchase the post card. Look at this picture, this post card. പോസ്റ്റ് കാർഡും ഇല്ല ലെറ്റേഴ്സൊക്കെ ഇപ്പോഴും ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ഓഫീസിൽ നിന്നൊക്കെ നമ്മൾ വീട്ടിലേക്ക് എന്തെങ്കിലും കാര്യത്തിന് സെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനേലൊക്കെ അപ്ലൈ ചെയ്താൽ, അല്ലെങ്കിൽ ആധാർ കാർഡ്, ID കാർഡ്, പാൻ കാർഡിനൊക്കെ അപ്ലൈ ചെയ്താൽ
അത് പോസ്റ്റ് വഴിയാണ് എത്തുക അല്ലേ? എന്തെങ്കിലും ലെറ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ പോസ്റ്റ് വഴിയാണ് എത്തുക. സോ വി പർച്ചേസ് പോസ്റ്റ് കാർഡ്, ലുക്ക് അറ്റ് ദിസ് പിക്ചർ, ഇൻലൻഡ് ലെറ്റേഴ്സ്, സ്റ്റാമ്പ്സ് ആൻഡ് എയറോഗ്രാം ഫ്രം ദി പോസ്റ്റ് ഓഫീസ്. നൗ വി ക്യാൻ യൂസ് മണി ഓർഡേഴ്സ്, സെൻഡ് മണി ബൈ മണി ഓർഡേഴ്സ്. ക്യാഷ് നമുക്ക് സെൻഡ് ചെയ്യാം മണി ഓർഡേഴ്സ് വഴി കേട്ടോ. ഇപ്പോൾ പോസ്റ്റ് ഓഫീസിൽ അങ്ങനെ ഒരു സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, ആദ്യമൊക്കെ ലെറ്റേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നു, ഇപ്പം കുറേ സർവീസസ് ഉണ്ട്, മണി ഓർഡേഴ്സ്. ദെൻ സ്റ്റാർട്ട് അക്കൗണ്ട്. യു നോ ദ അക്കൗണ്ട്? എന്താ അക്കൗണ്ട് പറഞ്ഞാൽ, നമുക്കൊരു നമ്മളെ നെയിമിൽ അവിടെ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മന്ത്ലി നമുക്ക് കുറച്ച് ക്യാഷ് അവർക്ക് കൊണ്ടു കൊടുക്കും, നമ്മൾ അക്കൗണ്ടിൽ അവർ ഇടും. ലാസ്റ്റ് നമുക്ക് ഒന്നിച്ചൊരു എമൗണ്ട് ആയിട്ട് വിഡ്രോ ചെയ്യാം, തിരിച്ചെടുക്കുക ക്യാഷ്. പീപ്പിൾ ആൾസോ ഡെപ്പോസിറ്റ് മണി ഇൻ ദ സേവിങ് അക്കൗണ്ട്. സേവിങ് അക്കൗണ്ട് ആയിട്ട് അവരെ നമുക്ക് സൂക്ഷിക്കാൻ കൊടുക്കാം, നമുക്ക് നമ്മളെ ക്യാഷ് അവരെടുത്ത്. പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഒരു അക്കൗണ്ട് എടുത്താൽ മതി, ഇൻ ദി പോസ്റ്റ് ഓഫീസ്. ഓക്കെ, പീപ്പിൾ ആൾസോ ഡെപ്പോസിറ്റ് മണി സേവ് ഇൻ ദ സേവിങ് അക്കൗണ്ട്. Then post office also provides service to send money and money orders. Then parcel service ഉണ്ട് അല്ലേ പോസ്റ്റ് ഓഫീസിൽ. നമ്മൾ ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫേസ്ബുക്കോ അല്ലെങ്കിൽ വാട്സപ്പൊക്കെ വഴി എന്തെങ്കിലും മെറ്റീരിയൽസ് അല്ലെങ്കിൽ പ്രൊഡക്ട്സ്, ക്ലോത്ത്സ് ഒക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പോസ്റ്റ് വഴി എത്തിക്കാറാണ് ചിലവരൊക്കെ. പാർസൽ സർവീസൊക്കെ എന്തുണ്ട്, പോസ്റ്റ് ഓഫീസ് വഴിയുണ്ട് കേട്ടോ. സോ വാട്ട് ആർ ദ ന്യൂ വേർഡ്സ് റിലേറ്റഡ് ടു ദ പോസ്റ്റ് ഓഫീസ്? യെസ്, ടെൽ മീ. റെഡ് കളർ ബോക്സ് അല്ലേ. ദെൻ ഇൻലൻഡ് ലെറ്റർ, പോസ്റ്റ് കാർഡ്, സ്റ്റാമ്പ്സ്, എയറോഗ്രാം, മണി ഓർഡർ, ഡെപ്പോസിറ്റ് മണി. ഓക്കെ, ദീസ് ആർ ദ ന്യൂ വേർഡ്സ്. സോ പോസ്റ്റ് ഓഫീസിലെ സർവീസസ് നിങ്ങൾക്ക് മനസ്സിലായോ? എന്തൊക്കെ സർവീസസുകളുണ്ട്? പോസ്റ്റ് കാർഡ്, ഇൻലൻഡ് ലെറ്റർ, സ്റ്റാമ്പ്സ്, എയറോഗ്രാം, ദെൻ മണി ഓർഡേഴ്സ്, ദെൻ ഡെപ്പോസിറ്റ് മണി ഇൻ ദി സേവിങ് അക്കൗണ്ട്. അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമല്ലേ, ഡെപ്പോസിറ്റ് മണി ഇൻ ദി സേവിങ് അക്കൗണ്ട്. നമുക്ക് എപ്പോഴും വേണമെങ്കിലും ക്യാഷ് വിഡ്രോ ചെയ്യുക, നമ്മളെ കയ്യിലുണ്ടാകുന്ന ക്യാഷ് നമുക്ക് കുറച്ച് കുറച്ച് കൊണ്ടുപോയിട്ട് അവിടെ എന്ത് ചെയ്യുക, ഡെപ്പോസിറ്റ് ചെയ്യുക, അവിടെ അവർക്ക് സൂക്ഷിക്കാൻ കൊടുക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് സർവീസ് സെൻറ്റർ ഇസ് ബാങ്ക്, BANK, ബാങ്ക്. 2 different meanings in this word. ബാങ്ക് ഓഫ് റിവേഴ്സ് കേട്ടില്ലേ? ബാങ്ക് ഓഫ് റിവേഴ്സ്, പുഴയുടെ തീരം. ഇൻ ദിസ് ബാങ്ക് റിലേറ്റഡ് ടു മണി, ക്യാഷുമായിട്ട് റിലേറ്റഡ് ആണ് ബാങ്ക്. യു നോ ദ ബാങ്ക്. ബാങ്ക് ഈസ് പ്ലേസ് വെർ പീപ്പിൾ ഡെപ്പോസിറ്റ് മണി ആൻഡ് വിഡ്രോ മണി അല്ലേ. മണി ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും, വിഡ്രോ ചെയ്യുകയും ചെയ്യും. ഡെപ്പോസിറ്റ് നമ്മൾ എന്താണ്, ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൊണ്ടുപോയി കൊടുക്കുക ബാങ്കിൽ, നമ്മളെ അക്കൗണ്ടിൽ ഇടാൻ. അക്കൗണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമുക്കൊരു നമ്മളെ നെയിമിൽ ഒരു അക്കൗണ്ട് അവിടെ സ്റ്റാർട്ട് ചെയ്യും, നമ്മളവിടെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. ഇപ്പോൾ വിഡ്രോയിലും ഡെപ്പോസിറ്റൊക്കെ ATM വഴിയാണ് അല്ലേ, ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ, ATM എന്ന് കണ്ടിട്ടില്ലേ? എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ. ഒരു കാർഡും പ്രൈവറ്റ് നമ്പറും ഉണ്ടെങ്കിൽ ATM വഴി നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാം. എന്ത് വേണം, നമ്മളെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ATM വഴി വിഡ്രോ ചെയ്യാം. പക്ഷെ അതിനൊക്കെ എന്തുണ്ട്, ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു ഡേയിൽ ഇത്ര എമൗണ്ടേ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ട്. അപ്പം നമുക്ക് ഹ്യൂജ് എമൗണ്ട് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഗോ ടു ദ ബാങ്ക് ആൻഡ് ത്രൂ ദിസ് ഓർ ചെക്ക്. അപ്പോൾ ചെക്ക്, ന്യൂ വേർഡ് അല്ലേ ചെക്ക്. ലുക്ക് അറ്റ് ദിസ് പിക്ചർ, ഇതാണ് ചെക്ക്. ചെക്കിൽ എന്തൊക്കെയുണ്ട്? പേ ഓൺലി അല്ലേ, പേ ചെയ്യുന്ന എമൗണ്ടിൻ്റെ RS എന്നുണ്ട്. RS എന്ന് നമ്മൾ എത്ര രൂപയാണോ അതിൽ എഴുതുന്നത് വെച്ചാൽ അത് എഴുതുക. സിഗ്നേച്ചർ ഉണ്ട്. ഇത് നമ്മൾ ആർക്കാണോ ആ ചെക്ക് കൊടുത്തിട്ടുള്ള അയാളെ നെയിം മുകളിൽ എഴുതാനുള്ള പ്ലേസും ഉണ്ട് അല്ലേ. ഇതാണ് ചെക്കിൻ്റെ ഒരു ഫോം. സോ നിങ്ങൾക്ക് ഒരാൾക്ക് ക്യാഷ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ വീട്ടിലിരുന്നിട്ട് ചെക്ക് കൊടുക്കുക. ആ ചെക്ക് അയാൾ ബാങ്ക് കൊണ്ടുപോയി കൊടുത്താൽ അയാൾക്ക് ക്യാഷ് കിട്ടും. ഓക്കെ, നമ്മളെ അക്കൗണ്ടിൽ കുറച്ച് ക്യാഷ് ഉണ്ട്. അപ്പോൾ നമുക്കൊരാൾക്കൊരു 1 lakh, 1 ലക്ഷം രൂപ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അയാളെ വിളിച്ച് നമുക്ക് ചെക്ക് കൊടുക്കുക നമ്മളെ അക്കൗണ്ടിൽ. നമ്മൾ സൈൻ ചെയ്ത ചെക്ക്, ഞാൻ സൈൻ ചെയ്താലേ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. സോ ഞാൻ സൈൻ ചെയ്ത ചെക്ക് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ആ ചെക്കുമായിട്ട് ആ കറസ്പോണ്ടിങ് ബാങ്ക്, ആ ബാങ്കിൻ്റെ നെയിം ആ ചെക്കിന് താഴെ കണ്ടോ? ഓക്കെ, ആ ചെക്കുമായിട്ട് ആ കറസ്പോണ്ടിങ് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ആ 1 lakh വിഡ്രോ ചെയ്യാൻ കഴിയും. സോ ചെക്കിൽ എന്ത് വേണം, നമ്മളെ സൈൻ വേണം, എമൗണ്ട് വേണം, അക്കൗണ്ടിൽ ക്യാഷും വേണം അല്ലേ. എൻ്റെ അക്കൗണ്ടിൽ 1 lakh രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ കിട്ടുള്ളൂ. സോ ആ ചെക്ക് എന്താണ്, ഒന്നും കൂടി സേഫ്റ്റി ആൻഡ് സോഫ്റ്റ് സർവീസാണ്. ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്യാഷ് വിഡ്രോ ചെയ്യാൻ കഴിയും. ദെൻ ഓൾസോ പ്രൊവൈഡ് എ ലോക്കർ സർവീസ് ഇൻ ദി ബാങ്ക്. എന്താ ഈ ലോക്കർ? നമ്മൾ കൊടുക്കുക അല്ലേ, ലോക്കർ സർവീസ്. നമുക്ക് എന്തെങ്കിലും വാല്യുബിൾ തിങ്സ്, ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ബാങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സൂക്ഷിക്കാൻ കൊടുക്കാം. നമുക്കൊരു ബോക്സ് തരും അവിടെ, അതിനൊരു ലോക്ക് ചെയ്യാനുള്ളൊരു കീയും തരും.
സോ നമ്മൾ ഓർണമെൻറ്റ്സ് ഒക്കെ ലോക്കറിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ ഫയൽസൊക്കെ വാല്യുബിൾ ഫയൽസൊക്കെ ഉണ്ടെങ്കിൽ ലോക്കർ കൊണ്ട് ലോക്ക് ചെയ്ത് നമുക്ക് കീയുമായിട്ട് വീട്ടിലേക്ക് പോരാം. നമുക്ക് നമ്മളെ വീട്ടിൽ വെക്കുമ്പോൾ സേഫ്റ്റി ആയി തോന്നില്ലല്ലോ, കള്ളന്മാരൊക്കെ ഗോൾഡ് അടിച്ചു കൊണ്ട് പോകാൻ വന്നാലോ. സോ നമ്മൾ ബാങ്ക് കൊണ്ടുപോയി അവരുടെ സിസ്റ്റം ഒന്നും കൂടി സേഫ്റ്റി സിസ്റ്റം അല്ലേ, ഹിഡൻ ക്യാമറാസും റിപ്പോർട്ടിംഗ് സിസ്റ്റംസൊക്കെ ഉണ്ടല്ലോ ബാങ്കിൽ. പെട്ടെന്ന് കള്ളന്മാരൊന്നും കയറി കഴിഞ്ഞാൽ അവിടുന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. അവരൊന്നും കൂടി സിസ്റ്റം ഒന്നും കൂടി സ്ട്രോങ് അല്ലേ, അവിടെ ക്യാഷ് സൂക്ഷിക്കുന്ന സ്ഥലമല്ലേ. സോ അവിടെ കൊണ്ട് നമ്മൾ ലോക്കർ സർവീസിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സേഫ്റ്റി ആയിട്ട് ഒരു സർവീസാണ് അല്ലേ. Some bank have lockers where people can keep their valuable safety. അല്ലേ, bank provide unique account and facilities their customers for transaction and transfer of money through the ATM, check, demand draft. ചെക്കും എ ടി എമ്മും വഴി പോലെ തന്നെ നമ്മളെ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനുള്ളൊരു സംഭവമാണ് എന്ത്, ഡിമാൻഡ് ഡ്രാഫ്റ്റ്. ലുക്ക് അറ്റ് ദിസ് പിക്ചർ, ദിസ് ഇസ് ഡിമാൻഡ് ഡ്രാഫ്റ്റ്. ഓക്കെ, so these are three things used in the bank: ATM, check, demand draft. Then bank have a locker system to keep our valuable things and ornaments. ലോക്കറിൽ സൂക്ഷിച്ചു വെക്കാം അല്ലേ. Then give us some names of bank. You know the bank names. ബോർഡൊക്കെ വായിക്കാറില്ലേ ബാങ്കിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ? SBT, SBI, സിൻഡിക്കേറ്റഡ് ബാങ്ക്, HDFC, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാത്തോലിക് സിറിയൻ ബാങ്ക്, എക്സെട്ര. ഒരുപാട് നാഷണലൈസ്ഡ് ബാങ്ക്സ് ഉണ്ട്. ദെൻ ബാങ്ക് നെയിംസ് ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3 ബാങ്കിൻ്റെ നെയിമുകൾ പഠിച്ചു വെക്കാം. സോ ദീസ് ആർ ദ സർവീസസ് ഇൻ ദി ബാങ്ക്. ബാങ്കിലെ സർവീസസ് എന്തൊക്കെയാണ്? ചെക്ക്, ATM, വിഡ്രോ ആൻഡ് ഡെപ്പോസിറ്റ് മണി. നമുക്ക് മണി ഡെപ്പോസിറ്റ് ചെയ്യുക, വിഡ്രോ ചെയ്യുകയും ചെയ്യുക, തിരിച്ചെടുക്കുകയും ചെയ്യുക. സേഫ്റ്റി ആയിട്ട് സേവ് ആയിട്ട് അവർക്ക് നമുക്ക് സൂക്ഷിക്കാൻ കൊടുക്കുക നമ്മളെ ക്യാഷ്. ദെൻ സം ബാങ്ക്സ് ഹാവ് ലോക്കർ സിസ്റ്റം. ലോക്കർ സിസ്റ്റം മനസ്സിലായില്ലേ, നമ്മളെ വാല്യുബിൾ തിങ്സ് നമുക്ക് അവിടെ സേവ് ചെയ്യാൻ കൊടുക്കുക അവരെ കയ്യിൽ. ആരും കൊണ്ടുപോകുന്നില്ല. ഓക്കെ, നമ്മളെ വീട്ടിൽ വെക്കുമ്പോൾ നമുക്കൊരു പേടിയല്ലേ, ഓർണമെൻറ്റ്സ് ഒക്കെ വീട്ടിൽ വെക്കുമ്പോൾ കള്ളന്മാർ വന്നാലോ എന്നുള്ളൊരു പേടി ഉണ്ടാവില്ല. അതൊന്നും ഉണ്ടാവില്ല. ബാങ്കിൽ കൊണ്ട് നമുക്ക് വേണ്ട സമയത്ത് ആ ലോക്കറിൽ പോയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ആ ഓർണമെൻറ്റ്സ് എടുത്ത് പോരും ചെയ്യുക. ആ ലോക്കറിന് നമ്മളെ ഒരു മന്ത്ലി അല്ലെങ്കിൽ ഇയർലി നമ്മൾ എമൗണ്ട് കൊടുക്കണേ, നമ്മളെ കാര്യങ്ങൾ അവർ സേവ് ചെയ്യില്ല. അപ്പോൾ അതിനൊരു ക്യാഷ് ജസ്റ്റ് ചെറിയൊരു എമൗണ്ട് അവർക്ക് കൊടുക്കേണ്ടി വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് സർവീസസ് സെൻറ്റർ ഇൻ അവർ നെയ്ബർഹുഡ് ഇസ് മാർക്കറ്റ്. യു നോ ദ മാർക്കറ്റ്. What do you mean by market? A market is a place where people go to buy, B-U-Y, buy things of daily use. A market is the place where people go to buy things of daily use. Daily use-ന് വേണ്ട തിങ്സ് പീപ്പിൾ പോയി ബേ ചെയ്യുന്ന പ്ലേസ് ആണ് എന്ത്, മാർക്കറ്റ് അല്ലേ. എവറി നെയ്ബർഹുഡ് ഐ തിങ്ക് അവ മാർക്കറ്റ്. എനിക്ക് തോന്നുന്നു എല്ലാ നെയ്ബർഹുഡിലും മാർക്കറ്റാണ്. സ്മാർട്ട് ഷോപ്പിങ്ങിലും ഉണ്ടാവില്ലേ മാർക്കറ്റായിട്ട്. മാർക്കറ്റിലെ എല്ലാ കാര്യങ്ങളും കിട്ടുന്ന ബിഗ് സൂപ്പർ മാർക്കറ്റ്സും ഉണ്ടാവും അല്ലേ. നമ്മുടെ ടൗൺസിലൊക്കെ ആണെങ്കിൽ സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ടാവും. ലുലു മാൾ ഒക്കെ, ലുലു മാൾ, ദെൻ ബിസ്മിയൊക്കെ അല്ലേ, പെരിന്തൽമണ്ണൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല. അതൊക്കെ എന്താണ്, സൂപ്പർ മാർക്കറ്റിലുള്ളത് തന്നെ. ദർ ആർ വെജിറ്റബിൾസ്. എന്തൊക്കെ ഉണ്ടാവും സൂപ്പർ മാർക്കറ്റിൽ? ഓൾ തിങ്സ് ഉണ്ടാവില്ലേ. ചില സൂപ്പർ മാർക്കറ്റിൽ, സ്മാൾ മാർക്കറ്റിലാണ് വെജിറ്റബിൾസിന് വേണ്ടിയിട്ടുള്ളൊരു മാർക്കറ്റ് ഉണ്ടാവും. ദെൻ സ്റ്റേഷനറി വേറെ മാർക്കറ്റ് ഉണ്ടാവും അല്ലേ. സോ സൂപ്പർ മാർക്കറ്റിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. വെജിറ്റബിൾസ്, ഗ്രോസറി, സ്റ്റേഷനറി, കെമിസ്റ്റ്. കെമിസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കെമിസ്റ്റ് വേറെ ഷോപ്പായിട്ടുണ്ടാവും അല്ലേ. മെഡിക്കൽ ഷോപ്സ് അല്ലേ, കെമിസ്റ്റ് ഷോപ്പ് പറഞ്ഞാൽ മെഡിക്കൽ ഷോപ്സാണ്. അപ്പം മെഡിക്കൽ ഷോപ്സ് വേറെ ഷോപ്പായിട്ടുണ്ടാവും. മാർക്കറ്റിലെ എല്ലാ കാര്യങ്ങളും ഒരു മാർക്കറ്റിലേക്ക് പോയാൽ ആ പ്ലേസിൽ തന്നെ എല്ലാതും ഉണ്ടാവും. ഓക്കെ, പെരിന്തൽമണ്ണ മാർക്കറ്റിലൊക്കെ പോയ എല്ലാ കാര്യങ്ങളും ആ മാർക്കറ്റിൽ പോയാൽ ഉണ്ടാവും. ദെൻ നോൺ വെജിറ്റബിൾസ് ആയാലും വെജിറ്റബിൾസ് ആയാലും. ഓക്കെ, ദെൻ മാർക്കറ്റ് ഈസ് എ പ്ലേസ് വേർ പീപ്പിൾ ഗോ ടു ബേ തിങ്സ് ഓഫ് ഡെയിലി യൂസ് ഈസ് കാൾഡ് മാർക്കറ്റ്. ഓക്കെ, ദെൻ വൺ തിങ്, ഒരു കാര്യം കൂടിയും പറയാം സർവീസസ് സെൻറ്ററിലെ. ദെൻ ഇനഫ് ടുഡേ, നമുക്കിത് ഇന്ന് ക്ലോസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. ഹോസ്പിറ്റൽ. യു നോ ദ ഹോസ്പിറ്റൽ, സിമ്പിൾ സർവീസ് സെൻറ്റർ അല്ലേ. സിമ്പിൾ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യം. ഹോസ്പിറ്റലിൽ എന്തിനാണ് നമ്മൾ പോകുന്നത്? ഫോർ ട്രീറ്റ്മെൻറ്റ് അല്ലേ. ട്രീറ്റ്മെൻറ്റിന് പോയിട്ട് നമ്മൾ പോകുന്നത്. വെൻ സിക്ക് ആൻഡ് ഇഞ്ചർ പീപ്പിൾ ഗോ ഫോർ ദ ട്രീറ്റ്മെൻറ്റ്. അവിടെ പോയി നമുക്ക് ആരൊക്കെ കാണാം? ഡോക്ടേഴ്സ്, നേഴ്സ്, പിന്നെ എന്തൊക്കെ ഉണ്ടാവും? ആംബുലൻസ്. ഗിവ് മി സം വേർഡ്സ് റിലേറ്റഡ് ടു ഹോസ്പിറ്റൽ. കുറച്ച് വേർഡ്സ് പറഞ്ഞേ ഹോസ്പിറ്റലുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. cheer up. Give me some names related to hospital. Yes, medicines, patients, hospital, ambulance,
ട്രീറ്റ്മെൻറ്റ് ഇല്ലേ, ഇതൊക്കെ എന്താണ് ഹോസ്പിറ്റലുമായിട്ട് റിലേറ്റഡ് വേർഡ്സ്. ദാറ്റ് ടുഗദർ കാൾഡ് ഈസ് ഹോസ്പിറ്റൽ. ആ വേർഡ്സൊക്കെ ഒന്ന് കൂട്ടി വായിച്ച് നോക്ക്, അതാണ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ. ദ ഡോക്ടേഴ്സ് ഇൻ ദ ഹോസ്പിറ്റൽ എക്സാമിൻ ദ പേഷ്യൻറ്റ് ആൻഡ് പ്രിസ്ക്രൈബ് ദ മെഡിസിൻ. പ്രിസ്ക്രൈബ് ദ മെഡിസിൻ എഴുതൂല്ലേ ഡോക്ടർ, നമ്മൾ ലുക്ക് ചെയ്തിട്ട് നമ്മൾ നോക്കിയിട്ട് എന്താണ് നമ്മളെ സിക്ക് എന്ന് ആലോചിച്ചിട്ട് അവരെന്ത് ചെയ്യും, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തു നമ്മൾ മെഡിസിൻ എന്ത് ചെയ്തിട്ടും ബൈ ദ കെമിസ്റ്റ് ഷോപ്പ്. നമ്മൾ കെമിസ്റ്റ് ഷോപ്പ് പോയിട്ട് നമ്മൾ മെഡിസിൻസ് വാങ്ങും. സംടൈംസ് ദ ട്രീറ്റ്മെൻറ്റ് നീഡ് ടു ബി ഡൺ ഇൻ ദ ഹോസ്പിറ്റൽ ഫോർ വിച്ച് പേഷ്യൻറ്റ് ഈസ് അഡ്മിറ്റ് ദർ. നമ്മൾ ഫീവറൊക്കെ ആയി പോയാൽ 5 days 7 days അഡ്മിറ്റ് ആവില്ലേ? എന്തിനാണ് അഡ്മിറ്റ് ആവുന്നത്? സ്റ്റേ ദർ ടിൽ റിക്കവർ ഫ്രം ദി ഡിസീസ്. റിക്കവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസീസസ് മാറിയിട്ട്, രോഗങ്ങൾ മാറിയിട്ട് നമ്മൾ അവിടുന്ന് റിലീസായി പോരുള്ളൂ അല്ലേ? റിക്കവർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡിസ്ചാർജ് ചെയ്യുള്ളൂ അല്ലേ? അഡ്മിറ്റ്, ഡിസ്ചാർജ്, 2 കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഡിസ്ചാർജ് ആയോ അഡ്മിറ്റ് ആയോ ചോദിക്കൂലേ? പിന്നെ ആക്സിഡൻറ്റ് കേസിലൊക്കെയാണ് 1 month വരെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അഡ്മിറ്റ് ആവാറുണ്ട്. ഓക്കെ, വലിയ കേസൊക്കെ നമ്മൾ അഡ്മിറ്റ് ആവാൻ ഒരുപാട് സമയം എടുക്കും ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അപ്പോൾ നമ്മൾ ആരെ നോക്കുക, നമ്മളവിടെ നേഴ്സ് ലുക്ക് ആഫ്റ്റർ സച്ച് എ പേഷ്യൻസിനെ നേഴ്സാണ് നോക്കാറ്. സോ ആംബുലൻസ് സിസ്റ്റം ഉണ്ടാവും ഹോസ്പിറ്റലിൽ അല്ലേ? എന്തിനാ ഹോസ്പിറ്റലിൽ ആംബുലൻസ് സിസ്റ്റം? ടു ബ്രിങ് പേഷ്യൻറ്റ് ദർ. നമ്മൾ പേഷ്യൻസിനെ ആംബുലൻസിലാണ് അങ്ങോട്ടൊക്കെ കൊണ്ടുവരിക അല്ലേ? എവറി നെയ്ബർഹുഡ് ആസ് എ ഹോസ്പിറ്റൽ. ഇപ്പോൾ ഹോസ്പിറ്റൽ മനസ്സിലായില്ലേ? ന്യൂ വേർഡ്സ് ഒരുപാടുണ്ട് ഹോസ്പിറ്റലിൽ. മെഡിസിൻ, ട്രീറ്റ്മെൻറ്റ്, നേഴ്സ്, ഡോക്ടറൊക്കെ നിങ്ങൾക്ക് അറിയുന്ന വേർഡ്സാണ്. ദെൻ ആംബുലൻസിൻ്റെ നമ്പർ അറിയാം നിങ്ങൾക്ക്, കോൾ ചെയ്യാനുള്ള ആംബുലൻസിൻ്റെ നമ്പർ. ദെൻ so you asking to your parents or elders what is the number of ambulance to call അല്ലേ? അപ്പോൾ 108 ഒക്കെ നമ്മൾ കാണാറില്ലേ? ഇപ്പോൾ ഈ കോവിഡ് കേസിലൊക്കെ 108 കാണാറില്ലേ? അതെന്താണ്? കോവിഡ് പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന ആംബുലൻസാണ് 108. സോ ദിസ് ഈസ് എനഫ് ടുഡേ. എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് മീ. ദെൻ മിസ് ഇതിൽ ഒരുപാട് മലയാളം വേർഡ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ന്യൂ വേർഡ്സ് ഉണ്ട്, അതുകൊണ്ടാണ് മലയാളം യൂസ് ചെയ്തിട്ടുള്ളത്. സോ യു കീപ്പ് ഇംഗ്ലീഷ്. ഓക്കെ, ഇതിൽ ഇംഗ്ലീഷ് വേർഡ് നമ്മൾ റീഡ് ചെയ്യലും ദെൻ ബൈ ഹാർട്ട് ചെയ്യുകയും ചെയ്യുക, റൈറ്റ് ചെയ്ത് കേട്ടോ. ബാക്ക് സൈഡിലൊന്ന് എഴുതി പഠിക്കുക ന്യൂ വേർഡ്സ്. ഓക്കെ, യു റീഡ് ദിസ് ചാപ്റ്റർ അറ്റ്ലീസ്റ്റ് 3 times. ഓക്കെ, ദെൻ യു ക്യാൻ സേ ദ മീനിങ് ഇൻ ഇംഗ്ലീഷിൽ. ഓക്കെ, ഇംഗ്ലീഷിൽ തന്നെ മീനിങ് പറയാൻ നോക്കണം. സോ ഫസ്റ്റ് പേജ് നമ്പർ 51, സർവീസസ് ഇൻ ദി നൈബർഹുഡ്. യു ക്യാൻ റീഡ് ദിസ്. There are many services in our neighborhood. You know the meaning? There are many services in our neighborhood. You read 3 times. You can got the meaning. I'm sure about that.